ഞാൻ മൂന്നാമത്തെ തവണ റെക്കോർഡ് ചെയ്യുന്നതാണ്. 2 തവണ റെക്കോർഡ് ചെയ്തപ്പോഴും വേറൊരു സ്ക്രീനായി പോയി റെക്കോർഡ് ചെയ്തത്. ഇത് അവസാനത്തെ അറ്റംപ്റ്റാണ്. ഇത് 2ാമത്തെ ട്രേഡാണ്. ടെക്നിക്കലി ഇത് 3ാമത്തെ ട്രേഡാണ്. സോ ആദ്യത്തെ ട്രേഡ് ഞാൻ ഇവിടെ എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നതിന് പകരം ഞാൻ മാർക്കറ്റിൽ അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. അതാണ് ഇവിടെ ഞാൻ കവർ ചെയ്യുന്ന കാണുന്നത് ഈ ക്യാൻഡിലിൽ. ഓക്കെ, അപ്പോൾ അവിടെ എനിക്കൊന്ന് 250 രൂപ ലോസ് വന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ആ പൊസിഷൻ വീണ്ടും എടുത്തു. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഞാൻ ഷോർട്ട് ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതാണ് ആദ്യത്തെ പൊസിഷൻ. ഞാൻ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആയത്. ഉടനെ തന്നെ ഞാൻ 1 മിനിറ്റിൽ തന്നെ വീണ്ടും ഷോർട്ട് ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കാണുന്നത് ഇതായിരുന്നു. ഓക്കെ, 999.6ലാണ് ഞാൻ സെൽ ഓർഡർ ഇട്ടത്. 999.6. സോ ഇവിടെയായിരുന്നു എൻ്റെ സെൽ ഓർഡർ. എൻ്റെ സ്റ്റോപ്പ് ലോസ് 1000.10 ആയിരുന്നു. 1000.10 ഇവിടെ ആയിരുന്നു. ലെസ് ദാൻ 1 രൂപ. ഓക്കെ, ഞാൻ കവർ ചെയ്തത് ഇവിടെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് ഞാൻ പോയിട്ട് എക്സിറ്റ് ചെയ്തത്. പെട്ടെന്ന് ക്വിക്ക് മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഞാൻ എക്സിറ്റ് ആയത് 994.5ലാണ്. ഓക്കെ, 994.5. ഇപ്പോൾ ഏതാണ്ട് 1:5, 4.96, 1:4.96 റിസ്ക് റിവാർഡ് കിട്ടിയ ട്രേഡാണിത്. പെട്ടെന്നുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് 2750 രൂപയുടെ പ്രോഫിറ്റ് കിട്ടി. എൻ്റെ ബയസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പെട്ടെന്നൊരു നല്ലൊരു സെറ്റപ്പ് കണ്ടു. അവിടെ ഷോർട്ട് ചെയ്തു. 2700 രൂപീസ് പ്രോഫിറ്റ് കിട്ടി. എന്നിട്ട് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ വീണ്ടും ട്രേഡ് എടുത്തു. ഇവിടെ ഇത് നല്ലൊരു സെറ്റപ്പാണ്. ഞാൻ കുറച്ച് ഏർലി എൻട്രിയാണ് എടുത്തത്. ഞാൻ ഇവിടെയാണ് ഷോർട്ട് ബൈ പൊസിഷൻ എടുത്തത്. ഇപ്പം റൺ ചെയ്യുന്ന ബൈ പൊസിഷൻ. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലാണ്. 6 points ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പം ഈവൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്താലും എനിക്ക് വലിയ ലോസ് വരത്തില്ല. കാര്യം ഓൾറെഡി ഞാൻ ഡേ തുടങ്ങിയത് തന്നെ 2700 രൂപീസ് പ്രോഫിറ്റിലാണ്. ഇപ്പം ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കും. പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റ് ഇപ്പം വീണ്ടും സൈഡ് വേസ് പോകാനാണ് സാധ്യത. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടിന് മുന്നെയാണ് ഞാൻ ട്രേഡ് എടുത്തത്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുമെന്നാണ്. പക്ഷെ വന്നില്ല. അത് വീണ്ടും സൈഡ് വേസ് പോയി. നിഫ്റ്റി അവിടെ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഈ ഗ്യാപ്പ് നിഫ്റ്റി ഫില്ല് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻറ്റത്തിൽ ബജാജ് ഫിനാൻസ് അതിൻ്റെ കൂടെ അങ്ങ് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ ഇനി എന്തായാലും എൻ്റെ പ്രോഫിറ്റ് മാർക്കറ്റിന് തിരിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ടാർഗറ്റ് ഹിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എക്സിറ്റ് ആവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തതെന്ന് ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ 4000 രൂപ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് സെഷൻ എൻഡായി. ബജാജ് ഫിനാൻസ് പ്രോഫിറ്റ് തന്നെയാണ്, എന്നാലും ഉദ്ദേശിച്ച രീതിയിൽ പോയില്ല. നല്ലൊരു ട്രേഡ് ആയിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു. ഫസ്റ്റ് ട്രേഡിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് സെക്കൻഡ് ട്രേഡ് റിസ്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ റിസ്ക് ഏറെക്കുറെ ഇല്ലാത്തൊരു ഡേ ആയിരുന്നു. നമുക്ക് ബജാജ് ഫിനാൻസ് എൻഡ് ഓഫ് ദി ഡേയിൽ എക്സിറ്റ് ആവേണ്ടി വന്നു. ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. 2 ട്രേഡ്. ഒന്നാമത്തെ ട്രേഡിൽ നമുക്ക് 1:5 റിസ്ക് റിവാർഡ് കിട്ടി. സെക്കൻഡ് ട്രേഡിൽ നമുക്ക് 1:1 പോലും കിട്ടിയില്ല. പക്ഷേ ഏറെക്കുറെ നല്ല ഹൈ പ്രോബബിലിറ്റി ട്രേഡ് ആയിരുന്നു സെക്കൻഡ് വൺ. അത് നമ്മൾ ഉദ്ദേശിച്ച രീതി പോവാത്തതിന്റെ റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എപ്പോഴത്തെ പോലെ നമുക്ക് ഇതിന്റെ ബിഗ് പിക്ചർ കാണണം. ബജാജ് ഫിനാൻസിന്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ 1 hour ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു വാല്യൂ ഏരിയ കാണാൻ പറ്റും. 3 ടച്ച് കിട്ടിയ വാല്യൂ ഏരിയ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് അടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ബൈ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് 1 hour ക്യാൻഡിലും നല്ല അപ്സൈഡ് ക്യാൻഡിലായിരുന്നു ബജാജ് ഫിനാൻസിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സപ്പോർട്ട് ചെയ്തിട്ടില്ല. നിഫ്റ്റി ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും താഴോട്ടാണ് പോയത്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടുന്ന് ഒരു തിരിച്ചു പോക്കായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ
ഒരു 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെല്ലേഴ്സ് കൂടുതലായിട്ട് ബയേഴ്സിനെ അബ്സോർബ് ചെയ്തു, എന്നിട്ട് താഴോട്ടാണ് മൂവ്മെന്റ് വന്നത്. അപ്പം ഈ കാരണം കൊണ്ടാണ് ബജാജ് ഫിനാൻസ് പെർഫോം ചെയ്യാത്തത്. എന്നാലും ഇപ്പോൾ 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് ആണ്. അപ്പം നിഫ്റ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല ബജാജ് ഫിനാൻസ്. അപ്പം നിഫ്റ്റി ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഒരു ഡേ ഹൈ എങ്കിലും എത്താനുള്ള സാധ്യത കൂടുതലായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തതെന്ന് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് എടുക്കാനുള്ള റീസൺ, ആദ്യം തന്നെ ഒരു ഹ്യൂജ് സെൽ ഓഫ് ആണ് ഇവിടെ ഉണ്ടായത്. എന്നിട്ട് ബയേഴ്സ് എന്ത് ചെയ്തു, അവിടെ പ്ലേ ചെയ്യാൻ നോക്കി, ഈ സെല്ലേഴ്സിനെ അബ്സോർബ് ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഒരു സ്ക്യൂസ് നിങ്ങൾക്ക് കാണാം. ഇതൊരു സ്ക്യൂസ് ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ വോളിയൂം വളരെ അധികമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. എന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ബ്രേക്ക് ഔട്ടിന് മുന്നെയാണ് ട്രേഡ് എടുത്തത്. എന്നിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് 1 പോയിന്റ് ആയിരുന്നു. ടാർഗറ്റ് നമ്മൾ കവർ ചെയ്തത് ഇവിടെയാണ്. നമുക്ക് ഏതാണ്ട് 1:5 കിട്ടിയ ട്രേഡാണിത്. എന്നിട്ട് അപ്പോൾ ഈ ട്രേഡിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ ട്രേഡ് എടുത്തത്. അപ്പം ഇതെന്റെ എൻ്റെ ബയേഴ്സ് അഗെയിൻസ്റ്റ് ആയിരുന്നു, ബൈ ആയിരുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു സെറ്റപ്പ് കിട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തു. അത് കൂടാണ്ട് നിഫ്റ്റി ആ സമയത്ത് നിഫ്റ്റിയും ബ്രേക്ക് ഔട്ട് കാണാം ഇവിടെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. ബജാജ് ഫിനാൻസ് നമ്മുടെ ബൈ സോണിലോട്ട് എത്തി. എന്നിട്ട് നമ്മളിവിടെ ബൈ പൊസിഷൻ എടുത്തു. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഇപ്പോൾ ഒരു 15 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡേഷൻ ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ബജാജ് ഫിനാൻസ് ഇവിടുത്തെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് തിരിച്ചു കയറി പോകുന്നായിരുന്നു നമ്മുടെ ഡേ ഹൈയിലോട്ട്. അപ്പോൾ ഏറെക്കുറെ അങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടുത്തെ ബയേഴ്സിന്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി, എന്നിട്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസും ഹിറ്റാക്കി, എന്നിട്ട് മേലോട്ടൊരു മൂവ്മെന്റ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും സൈഡ് വേസ് ആണ് ഇത് പോയത്. ഈ ഒരു സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്തതോടെ ഇത് ഒരു അപ്വേർഡ് മൂവ്മെന്റും കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നിഫ്റ്റി സപ്പോർട്ട് ചെയ്തില്ല. നിഫ്റ്റി താഴോട്ട് തന്നെയാണ് ഇന്ന് ട്രെൻഡിങ് താഴോട്ടായിരുന്നു. എന്നാൽ കൂടി ബജാജ് ഫിനാൻസ് സൈഡ് വേസ് ആയിരുന്നു. സോ ഈ കാരണം കൊണ്ടാണ് ഞാൻ ഇതിന്റെ ട്രേഡ് എടുത്തത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഈ 2 വാല്യൂ ഏരിയസ് ആണ്. ഈ 2 വാല്യൂ ഏരിയസിൽ ഉള്ള പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ അടുത്ത ട്രേഡ്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.